ലഖ്നൌവിൽ ഗെയിമിംഗ് സെന്റർ മാരകമായ അപകടമായിരുന്നു അത്. തീപിടിച്ച് 15 വിദ്യാർത്ഥികൾ മരിച്ച സംഭവത്തിൽ 4 പേർ അറസ്റ്റിൽ. തീപിടിച്ച കെട്ടിടത്തിന് 2016 പൊളിക്കാൻ നോട്ടീസ് നൽകിയിരുന്നതായി കണ്ടെത്തൽ. സംഭവത്തിൽ 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. ബൽറാം നെടുങ്ങാടിയാണ് വിവരങ്ങളുമായി ഡൽഹിയിൽ നിന്ന് ചേരുന്നത്. ബൽറാം, ഇന്നലെ ഈ വാർത്ത വന്നപ്പോൾ ഒരു സാധാരണ തീപിടുത്തം എന്നതിനപ്പുറത്തേക്കൊന്നും നമ്മൾ ചിന്തിച്ചിരുന്നില്ല. പക്ഷേ 14 വിദ്യാർത്ഥികൾ വെന്ത് മരിച്ചു എന്നുള്ളത് ഏറെ സങ്കടകരമായ കാര്യമാണ്. ഇതിന് സർട്ടിഫിക്കേഷൻ ഉണ്ടായിരുന്നില്ല എന്നുള്ളതൊക്കെ ഈ സംഭവം നടന്നതിന് ശേഷം മാത്രമാണ് അറിയുന്നത്. എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമാണല്ലേ. ഇത്തരത്തിൽ തീപിടുത്തമൊക്കെ ഉണ്ടാകുമ്പോൾ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു അത്യാഹിതം ഉണ്ടാകുമ്പോൾ മാത്രമാണ് പലപ്പോഴും ഇതിന് ശരിക്കും സർട്ടിഫിക്കറ്റ് ഉണ്ടായിരുന്നോ അല്ലെങ്കിൽ ഫിറ്റ്നസ് ഉണ്ടായിരുന്നോ ഒക്കെ പലരും ചിന്തിക്കുന്നത്. എന്താണ് സംഭവം? ഹഷ്മി, പ്രവിത, രാജ്യത്തെ ഞെട്ടിച്ച ഒരു വലിയ അപകടമാണ് കഴിഞ്ഞ ദിവസം ലക്നൌവിൽ അലിഗഞ്ച് മേഖലയിലുണ്ടായ തീപിടുത്തം. ഗെയിമിംഗ് സെന്ററും കോച്ചിംഗ് സെന്ററും പ്രവർത്തിക്കുന്ന കെട്ടിടത്തിൽ ഉണ്ടായ തീപിടുത്തം. അത് ഉച്ചയ്ക്ക് 2:45 അപകടം സംബന്ധിച്ചുള്ള വാർത്ത ഫയർഫോഴ്സിനെ അറിയിച്ചത്. തുടർന്ന് 1 മണിക്കൂറിനകം തീ അണയ്ക്കാൻ കഴിഞ്ഞു. എന്നാൽ പിന്നീടാണ് ഈ അപകടത്തിന്റെ വ്യാപ്തി വ്യക്തമായത്. ഈ കെട്ടിടത്തിനകത്തു നിന്നും 15 മൃതദേഹങ്ങൾ കണ്ടെത്തുകയായിരുന്നു. നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട്. അതിൽ പരിക്കേറ്റ ചികിത്സയിലുള്ള 2 പേരുടെ നില അതീവ ഗുരുതരമാണ് എന്നാണ് ആശുപത്രി അധികൃതർ അറിയിക്കുന്നത്. ഈ സംഭവത്തിൽ ഏറ്റവും ഗൗരവതരം എന്നുള്ളത് ഈ കെട്ടിടത്തിന് ശരിയായ രേഖകൾ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. കെട്ടിടത്തിന് ഈ അലിഗഞ്ച് മേഖല എന്നുള്ളത് തിരക്കേറിയ പ്രദേശമാണ്. ഡൽഹിയിൽ നിന്നും മറ്റും ലക്നൌവിൽ എത്തുന്ന ഇന്റർസ്റ്റേറ്റ് ബസ്സുകൾ നിർത്തുന്ന ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ നിരവധി ഹോട്ടലുകളും മറ്റ് കടകളും പ്രവർത്തിക്കുന്ന ഒരു സ്ഥലമാണ്. അവിടെ ഈ കെട്ടിടത്തിന് ഒറ്റ നിലയ്ക്കുള്ള പെർമിഷൻ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒപ്പം തന്നെ ഇതൊരു റെസിഡൻഷ്യൽ കെട്ടിടത്തിനുള്ള പെർമിഷനായിരുന്നു നൽകിയിരുന്നത്. അവിടെയാണ് 4 നിലകളുള്ള ഈ കെട്ടിടം പ്രവർത്തിക്കുകയും ആ കെട്ടിടത്തിൽ മുഴുവനായും മറ്റ് കൊമേഴ്ഷ്യൽ കടകളും ഗെയിമിംഗ് സെന്ററും കോച്ചിങ് സെന്ററും അടക്കമുള്ളവ പ്രവർത്തിക്കുകയും ചെയ്തിരുന്നത്. ഇതിൽ ഗുരുതരമായ ക്രമക്കേട് അല്ലെങ്കിൽ ചട്ടവിരുദ്ധത കണ്ടെത്തിയിട്ടുണ്ട്. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് 4 ഉദ്യോഗസ്ഥർക്കെതിരെ നടപടിയെടുത്തിരിക്കുന്നത്. 4 ഉദ്യോഗസ്ഥരെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നു. അതിൽ എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അടക്കമുള്ളവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഗൗരവ് കുമാർ, കൂടാതെ കമലേന്ദ്ര കുമാർ, അസിസ്റ്റന്റ് എഞ്ചിനീയർ അനിൽ കുമാർ, ജൂനിയർ എഞ്ചിനീയർ പ്രമോദ് പാണ്ഡെ എന്നിവരെയാണ് സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. സംഭവത്തിൽ കെട്ടിട ഉടമ ഉൾപ്പെടെ 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ 2 പേർക്കെതിരെ കൂടി കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അവരെ ഇനിയും അറസ്റ്റ് ചെയ്യാനുണ്ട് എന്നാണ് പോലീസ് അറിയിക്കുന്നത്. ഈ സംഭവത്തിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെയും രൂപീകരിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ തന്നെ നിർദ്ദേശമനുസരിച്ചാണ് ഇത്തരത്തിലൊരു 2 അംഗ പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചിരിക്കുന്നത്. 7 ദിവസത്തിനകം നോട്ടീസ് നൽകണം എന്നാണ് ഈ SITക്ക് നൽകിയിരിക്കുന്ന നിർദ്ദേശം. സംഭവത്തിൽ കർശനമായ നടപടികൾ ഉണ്ടാകും എന്നാണ് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് സ്ഥലം സന്ദർശിച്ച ശേഷം ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഹഷ്മി, പ്രവിത. ഓക്കെ, അങ്ങേയറ്റത്തെ ദാരുണമായ സംഭവമായിരുന്നു. ഗെയിമിംഗ് സെന്ററിൽ 15 കുട്ടികളാണ് വെന്തു മരിച്ചത്. കൂടുതൽ കുട്ടികൾക്ക് അതിൽ 2-3 പേർ ഇപ്പോഴും അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിൽ കഴിയാണ്. പൊളിക്കാൻ വൈകിക്കൊണ്ട് തീപിടുത്തം ഉണ്ടായി എന്ന അർത്ഥമുണ്ടോ? ഇപ്പോൾ ഈ ദാരുണ സംഭവം ഉണ്ടാകുമ്പോഴേക്കും ഓരോ കാരണങ്ങൾ ഉണ്ടാകുന്നു എന്നുള്ളതേ ഉള്ളൂ. ഇനി ആ സംഭവങ്ങൾ എവിടെയും ആവർത്തിക്കാതിരിക്കുക. രാജ്യത്ത് എവിടെയാണെങ്കിലും അത് എന്ത് ഭീകരമാണല്ലേ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.